ഹായ് ഫ്രണ്ട്സ്, PSC മാസ്റ്റർ ദ ഗേറ്റ്വേ ടു സക്സസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിലെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, ഒരു പാർട്ടാണ് ടെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ടെൻസ് എന്ന് പറയുന്നത്, നമുക്കിപ്പം ഇംഗ്ലീഷിലൊരു സെന്റൻസ് മേക്ക് ചെയ്യണമെങ്കിലോ ഒരു കറക്റ്റായിട്ടൊരു സെന്റൻസ് ഇംഗ്ലീഷിൽ എഴുതണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം ഇംഗ്ലീഷിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഇംഗ്ലീഷിൽ പറയണം, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ടെൻസ് എന്താണെന്ന് കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ തന്നെ ടെൻസ് സ്കൂൾ ക്ലാസ് മുതലേ പഠിക്കുന്നുണ്ട് എങ്കിൽ പോലും PSC പരീക്ഷയ്ക്ക് നമുക്ക് വരുമ്പോൾ പലപ്പോഴും ടെൻസ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്, തെറ്റിപ്പോകാറുമുണ്ട്. അപ്പോൾ PSCയിൽ 20 മാർക്കിനാണ് നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഡിഗ്രി ലെവൽ എക്സാംസിനല്ല, 10th ലെവൽ LDC പോലുള്ള എക്സാംസിന് 20 മാർക്കിന് നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ ഉണ്ട്. അപ്പോൾ ടെൻസ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് മറ്റൊരു 10-12ഓളം ടോപ്പിക്സ് നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ടെൻസിന്റെ 3 തരം. ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു പ്രവൃത്തി നടക്കുന്ന സമയത്തെ സൂചിപ്പിക്കുന്നതാണ് ടെൻസ്. ഒരു പ്രവൃത്തി നടക്കുന്ന സമയം, അതാണ് ടെൻസ് എന്ന് പറയുന്നത്, ടൈം ഓഫ് ആക്ഷൻ. അപ്പോൾ ടെൻസിനെ പ്രധാനമായും 3ആയി തിരിക്കുന്നു: പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം എന്നിങ്ങനെ 3 തരത്തിലുള്ള ടെൻസുകൾ ഉണ്ട്. 3 കാലങ്ങളാണുള്ളത്. അപ്പോൾ നമ്മൾ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ വർത്തമാനകാലമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വർത്തമാനകാലത്തിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ്, നമ്മൾ ഓരോ കാലത്തിനും 4 തിരിവുകളുണ്ട്. അതിൽ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഒരു ക്ലാസ് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ എങ്ങനെയാണ് ഇതിന്റെ റൂൾസ് എല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുള്ള് കേട്ടിരിക്കുക. നമുക്ക് സിമ്പിൾ പ്രസന്റിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് മിസ്സാകാതെ എങ്ങനെ നോക്കാമെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് നോക്കാം. The present continuous tense is used to talk about the actions that are happening at this current moment. ഈ നിമിഷം, ഈ സമയം, ഇപ്പോൾ നടക്കുന്ന ആക്ഷൻസിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ആക്ഷൻസ് ദാറ്റ് ആർ ഹാപ്പനിങ് അറ്റ് ദിസ് കറന്റ് മൊമെന്റ്. ഈ മൊമെന്റിൽ, ഈ നിമിഷം, ഈ പ്രസന്റ് മൊമെന്റിൽ നടക്കുന്ന കാര്യങ്ങൾ. ദ ആക്ഷൻ ഈസ് ഓൺ ഗോയിങ്, ഹെൻസ് കണ്ടിന്യൂസ്. ഈ ആക്ഷൻ എന്ന് പറയുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഈ നിമിഷം ഇപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഐ ആം ടീച്ചിങ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. യു ആർ വാച്ചിങ്, ഐ ആം ടീച്ചിങ്, യു ആർ വാച്ചിങ്. അപ്പോൾ ഈ സമയത്ത് ഈ കാര്യം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാനിപ്പോൾ പഠിപ്പിക്കുന്നു, പക്ഷേ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിപ്പിച്ച് തീർന്നിട്ടില്ല. ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ ആണ് ഐ ആം ടീച്ചിങ് എന്നുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. യു ആർ വാച്ചിങ്, നിങ്ങളിപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ നിമിഷം, ഇപ്പോൾ, അറ്റ് പ്രസന്റ്, നൗ, ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ പ്രയോഗിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മളത് പ്രയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഉദാഹരണങ്ങളൊക്കെ നോക്കാം. ഷീ ഈസ് ഈറ്റിംഗ് ഹോട്ട് സൂപ്പ് നൗ. അവൾ ഇപ്പോൾ ഹോട്ട് സൂപ്പ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവള് സൂപ്പ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു ഇപ്പോൾ നടക്കുന്ന ഒരു ആക്ഷൻ ആണ്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അവൾ ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവൾ ഇപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനൊരു ഉദാഹരണം, ഷീ ഈസ് ഈറ്റിംഗ് ഹോട്ട് സൂപ്പ് നൗ. അപ്പൊ ഇത് ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മളിത് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ജനറൽ സ്ട്രക്ചർ നമുക്ക് എങ്ങനെയാണ് ജനറൽ സ്ട്രക്ചർ എന്ന് നോക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ ജനറൽ സ്ട്രക്ചർ നോക്കാം. ഇതിന്റെ സബ്ജക്റ്റ് ആണ്, ആദ്യം സബ്ജക്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ജനറൽ സ്ട്രക്ചറിൽ ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് എന്താണ്, സെക്കൻഡ് എന്ത് എഴുതണം? ആദ്യം സബ്ജക്റ്റ് എഴുതുക. അതിനുശേഷം ബിയുടെ ഫോംസ് ആണ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഈസ് ഓർ ആം ഓർ ആർ. ഇതാണ് ബിയുടെ വിവിധ ഫോമുകൾ. ഇതൊക്കെയാണ് നമ്മൾ സബ്ജക്റ്റിനനുസരിച്ചാണ് ഇത് പ്രയോഗിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്തതായി സബ്ജക്റ്റ് കഴിഞ്ഞു, ബിയുടെ ഒരു ഫോം എഴുതി, അതിനുശേഷം ING ഫോം എഴുതുക. അതിനുശേഷം ING എഴുതുക. എന്താണ്? സബ്ജക്റ്റ് എഴുതുക, ബി എഴുതുക, വെർബിനൊപ്പം ING ഫോം എഴുതുക. നമ്മുടെ മെയിൻ വെർബിനൊപ്പം ING ഫോം ഓഫ് ദ വെർബ് എഴുതുക. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് എഴുതുക. ഇങ്ങനെയാണ് ഒരു സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്.
അപ്പോൾ സിംഗുലർ ആണെങ്കിൽ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് ആയിരിക്കും നമ്മൾ ഇവിടെ ബിയുടെ ഫോമായിട്ട് ഈസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം വെർബിനൊപ്പം ING ഫോം പ്രയോഗിക്കുക. പ്ലൂറൽ സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ അവിടെ ആർ ആയിരിക്കും പ്രയോഗിക്കേണ്ടുന്നത്. പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് ആർ പ്ലസ് വെർബിനൊപ്പം ING ഫോം പ്രയോഗിക്കുക. അടുത്തത് ഐ ആണ് സബ്ജക്റ്റ് ആയി വരുന്നതെങ്കിൽ അതിനൊപ്പം നമ്മൾ ഈസോ ആറോ പ്രയോഗിക്കാൻ പാടില്ല, മറിച്ച് ആം ആയിരിക്കണം ഉപയോഗിക്കേണ്ടുന്നത്. അതിനുശേഷം വെർബിനോടൊപ്പം ING ഫോം. ഇതാണ് ഒരു ജനറൽ കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങളും യൂസേജസും നോക്കാം. ഇനി നമ്മൾ ഒരു സെന്റൻസ് തരുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ടൈം വേർഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? നൗ. നമ്മൾ തന്നിരിക്കുന്ന ഒരു സെന്റൻസിൽ നൗ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് പ്രസന്റ് കണ്ടിന്യൂസിലെ ഒരു സെന്റൻസ് ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ റൈറ്റ് നൗ, നൗ, റൈറ്റ് നൗ, അറ്റ് പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ്, സ്റ്റിൽ, ടുഡേ. ഏതൊക്കെയാണ്? നൗ, റൈറ്റ് നൗ, അറ്റ് പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ്, സ്റ്റിൽ, ടുഡേ തുടങ്ങിയ ടൈം വേർഡ്സ് ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ നമുക്കത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് ലിസണിങ് ടു മ്യൂസിക് നൗ. അപ്പോൾ അതിനകത്തൊരു നൗ ഉണ്ട്. അപ്പോൾ അവള് ഈ സമയം മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം പ്രസന്റ് നൗ, റൈറ്റ് നൗ, അറ്റ് പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ്, സ്റ്റിൽ, ടുഡേ തുടങ്ങിയവയാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ നമുക്ക് മനസ്സിലാക്കാനുള്ള ടൈം വേർഡ്സ്. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ യൂസേജസ് നോക്കാം. അതിന്റെ പ്രയോഗങ്ങൾ എവിടെയൊക്കെയാണെന്ന് നമുക്കത് നോക്കാം. ഫോർ ആൻ ആക്ഷൻ ഹാപ്പനിങ് റൈറ്റ് നൗ അറ്റ് ദ മൊമെന്റ് ഓഫ് സ്പീക്കിംഗ്. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി. ഫോർ എക്സാമ്പിൾ, വി ആർ ലേണിംഗ് പ്രസന്റ് കണ്ടിന്യൂസ് നൗ. നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പഠിച്ചു തീർന്നിട്ടില്ല, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി. നമ്മളിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. നമ്മൾ പഠിക്കുകയാണ്, ഇപ്പോൾ ലേൺ ചെയ്യുകയാണ്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇപ്പോൾ നടക്കുന്നു, അത് തീർന്നിട്ടില്ല. അപ്പോൾ വി ആർ ലേണിംഗ് പ്രസന്റ് കണ്ടിന്യൂസ് നൗ. മദർ ഈസ് കുക്കിംഗ് ഡിന്നർ ഇൻ ദ കിച്ചൺ അറ്റ് ദിസ് ടൈം. അമ്മ ഈ സമയത്ത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിന്നർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിച്ചണിൽ. അത് ഈ സമയത്ത് നടക്കുകയാണ്. അതും കംപ്ലീറ്റ് ചെയ്ത ആക്ഷൻ അല്ല, അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനാണ്. അപ്പോൾ ഫോർ ആൻ ആക്ഷൻ ഹാപ്പനിങ് റൈറ്റ് നൗ അറ്റ് ദ മൊമെന്റ് ഓഫ് സ്പീക്കിംഗ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയം, സംസാരിക്കുന്ന ഈ സമയം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ സൂചിപ്പിക്കാൻ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. ഒരു കേസ്. രണ്ടാമത് ടെമ്പററി സിറ്റുവേഷൻസ്. ചില താൽക്കാലികമായ സിറ്റുവേഷൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്തുപയോഗിക്കാം? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഐ ആം ലിവിങ് ഇൻ ലണ്ടൻ. ഞാൻ ലണ്ടനിൽ ജീവിക്കുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു പെർമനന്റ് ആക്ഷൻ അല്ല. ഞാൻ ലണ്ടനിൽ സ്ഥിരമായിട്ട് താമസിക്കുന്നതല്ല. ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് അവിടെ ലണ്ടനിൽ താമസിക്കുന്നു. ഇപ്പോഴത്തെ എൻ്റെ സ്റ്റേറ്റ് ആണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ലണ്ടനിലാണ്. ഐ ആം ലിവിങ് ഇൻ ലണ്ടൻ. ഐ ആം വർക്കിംഗ് അറ്റ് സൈബീരിയ സൊല്യൂഷൻസ്. അതായത് ഞാൻ സൈബീരിയ സൊല്യൂഷൻസിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു താൽക്കാലികമായ ഒരു ജോലിയാണ്. അതേസമയം ഒരു പെർമനന്റ് ആയിട്ട് ഇതിനെ കറക്റ്റ് ആക്കി ഞാൻ പെർമനന്റ് ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഐ ആം ലിവിങ് ഇൻ ലണ്ടൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഞാൻ കേരളത്തിലാണ് സ്ഥിരമായി താമസിക്കുന്നത്. അത് കറക്റ്റ് ആക്കണമെങ്കിൽ എങ്ങനെ പ്രയോഗിക്കണം? ഐ ലിവ് ഇൻ കേരള. എങ്ങനെയാണ് കറക്റ്റ് ആക്കുന്നത്? ഐ ലിവ് ഇൻ കേരള എന്ന് പറയുന്നതാണ് ശരി. ഐ ആം വർക്കിംഗ് അറ്റ് സൈബീരിയ സിസ്റ്റംസ് എന്ന് പറയുന്നത് തെറ്റാണ്. ഐ വർക്ക്സ് അറ്റ് സൈബീരിയ സിസ്റ്റംസ് എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ ഒരു ടെമ്പററി സിറ്റുവേഷൻസിനെ മാത്രം നമ്മൾ എങ്ങനെ പ്രയോഗിക്കാം? കണ്ടിന്യൂസ് ടെൻസിൽ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമുക്ക് പ്രയോഗിക്കാം. അടുത്തത് നോക്കാം. ഒരു ടെമ്പററി ഹാബിറ്റിനെയോ ഒരു ടെമ്പററി ആക്ഷനെയോ സൂചിപ്പിക്കാൻ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. താൽക്കാലികമായ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ താൽക്കാലികമായ നമ്മുടെ ഒരു ഹാബിറ്റിനെ, താൽക്കാലികമായ ഒരു സ്വഭാവത്തെയോ ഒരു ആക്ഷനെയോ ഒരു പ്രവൃത്തിയെയോ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. He is eating a lot these days.
നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അവൻ ഈയിടെയായി, അതാണ് ദീസ് ഡേയ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. അവൻ ഈയിടെയായി കുറച്ച് ധാരാളമായി കഴിക്കുന്നു. അവൻ സ്ഥിരമായി ഇങ്ങനെ കഴിക്കാറില്ല, പക്ഷേ ഈ അടുത്ത സമയത്ത് ടെമ്പററി ആയിട്ടുള്ള അവൻ്റെ ഒരു ഹാബിറ്റാണിത്. ടെമ്പററി ആയിട്ട് താൽക്കാലികമായി ഈ ദിവസങ്ങളിൽ ഈയിടെയായിട്ട് അവൻ ധാരാളമായി കഴിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നത് ഹി ഈസ് ഈറ്റിംഗ് എ ലോട്ട് ദീസ് ഡേയ്സ്. അപ്പോൾ നമുക്കിത് സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പ്രയോഗിച്ചിരിക്കുന്നു. അതുപോലെ താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻസ്, ഐ ആം റീഡിങ് ഹാരി പോട്ടർ എന്ന് പറഞ്ഞാൽ അതും ഒരു താൽക്കാലികമായിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ഹാരി പോട്ടർ വായിക്കുന്നു, പക്ഷേ ബട്ട് ഐ ആം നോട്ട് റീഡിങ് അറ്റ് ദിസ് മൊമെന്റ്. ഞാൻ ഇപ്പോൾ ഈ മൊമെന്റ് വായിച്ചുകൊണ്ടിരിക്കുകയല്ല, ഞാനിപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് ഒരു ടെമ്പററി ആയിട്ട് ഞാനത് റീഡ് ചെയ്യുന്നുണ്ട്. അത് റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുമില്ല, ഞാൻ ഈ പറയുന്ന മൊമെന്റിലല്ല റീഡ് ചെയ്യുന്നത്, പക്ഷെ ഞാൻ റീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ്. അപ്പോൾ അതിനെ സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് പ്രയോഗിക്കാം? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രയോഗിക്കാം. അടുത്തത്, ടു ഡിനോട്ട് എ നിയർ ഫ്യൂച്ചർ ആക്ഷൻ ഓൾറെഡി പ്ലാൻഡ്. നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്ത് പ്രയോഗിക്കാം? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് എഴുതാൻ പറ്റും. നേരത്തെ തീരുമാനിച്ചിട്ടുള്ള നമ്മുടെ സമീപ ഭാവിയിൽ സംഭവിക്കാവുന്ന ഒരു കാര്യം നമുക്ക് അതിനെ സൂചിപ്പിക്കുവാനും നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ഷീ ഈസ് ഫ്ലൈയിങ് ടു ദുബായ് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച അവള് ദുബായിലേക്ക് പറക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഫ്യൂച്ചറിലല്ല, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. ഷീ ഈസ് ഫ്ലൈയിങ് ടു ദുബായ് നെക്സ്റ്റ് വീക്ക്. അടുത്തതായി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് തെറ്റാൻ സാധ്യതയുള്ളൊരു മേഖലയാണിത്. ഈ റൂൾ എന്താണെന്ന് വെച്ചാൽ, ഡു നോട്ട് യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വിത്ത് സ്റ്റാറ്റിക് വെർബ്സ്. സ്റ്റാറ്റിക് വെർബ്സിനൊപ്പം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഇംഗ്ലീഷിൽ 2 ടൈപ്പ് ഓഫ് വെർബ്സ്, ആക്ഷൻ വെർബ്സും സ്റ്റാറ്റിക് വെർബ്സും ഉണ്ട്. ആക്ഷൻ വെർബ്സിൽ വരുന്നതാണ് നമ്മൾ പ്ലേ, റൺ, ജംപ്, സിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആക്ഷൻ വെർബ്സിൽ വരുന്നതാണ്. അപ്പോൾ സ്റ്റാറ്റിക് വെർബ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഒരു മെന്റൽ സ്റ്റേറ്റ്, നമ്മുടെ ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ നമ്മളെ സെൻസറി ഓർഗൻസ് വെച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇത്തരം വെർബ്സിനെയാണ് സ്റ്റാറ്റിക് വെർബ്സ് എന്ന് പറയുന്നത്. The verbs of feelings, emotions, possession, state, thinking, etc. are known as static verbs. അപ്പോൾ നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ്, പൊസഷൻ, നമ്മുടെ തിങ്കിങ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇമോഷണൽ ഫീലിംഗ്, നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ സ്റ്റേറ്റ്, നമ്മുടെ സെൻസറി ഓർഗൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ സെൻസറി ഓർഗൻസുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രവർത്തികൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ഷൻസ്, അതിന് വെർബുകൾ നമ്മൾ എന്ത് ചെയ്യില്ല? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറേ മിസ്റ്റേക്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇതിന്റെ സ്റ്റാറ്റിക് വെർബ്സിന് കുറച്ച് എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫീൽ, ഫോർഗെറ്റ്, ഫിയർ, ലവ്, ലൈക്ക്, ഡിസ്ലൈക്ക്, സ്മെൽ, തിങ്ക്, പ്രിഫർ, അണ്ടർസ്റ്റാൻഡ്, ട്രസ്റ്റ്, ടേസ്റ്റ്, ഹേറ്റ്, ഹിയർ, എക്സെട്ര. അങ്ങനെ കുറേ സ്റ്റാറ്റിക് വെർബ്സ് ഉണ്ട്. ഞാനിവിടെ എല്ലാം എഴുതിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ PSC പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ മെന്റൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ നമ്മുടെ സെൻസറി ഓർഗൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വെർബ്, നമ്മൾ ചില വെർബുകൾ നമുക്ക് കാണുമ്പോഴേ അറിയാം നമുക്ക് നമ്മുടെ ഇതുമായിട്ട് സെൻസറി ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്മെല്ല്, ടേസ്റ്റ്, തിങ്ക്, ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഹിയർ, പിന്നെ പിന്നെ എന്ത് പറയുന്നുണ്ട്? ഇമോഷൻസ്, പൊസഷൻ നമ്മൾ ഹാവിങ് എന്നൊക്കെ പറയുന്നതാണ് പൊസഷൻ. അപ്പോൾ ഇത്തരം വെർബുകളെയാണ് നമ്മൾ സ്റ്റാറ്റിക് വെർബ്സ് എന്ന് പറയുന്നത്. ഈ വെർബ്സ് ഒരിക്കലും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനോടൊപ്പം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിൾ എഴുതിയിരിക്കുന്നു, നോക്കൂ. ഐ ആം അണ്ടർസ്റ്റാൻഡിങ് ഇംഗ്ലീഷ്. ഐ ആം അണ്ടർസ്റ്റാൻഡിങ് ഇംഗ്ലീഷ് എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് തെറ്റാണ് ശരിക്കും. ഇത് ഐ ആം അണ്ടർസ്റ്റാൻഡിങ്. അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് വെർബാണ്. മനസ്സിലാക്കുക എന്നുള്ളതാണ് അണ്ടർസ്റ്റാൻഡിങ്. അതൊരു ഞാൻ ഇവിടെ ഒരു ഉദാഹരണത്തിൽ എഴുതിയിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് വെർബാണ്. അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ല. പിന്നെ അതിന്റെ ശരിയായിട്ടുള്ള പ്രയോഗം എന്താണ്? അപ്പോൾ സ്റ്റാറ്റിക് വെർബ്സ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന് പകരം നമ്മൾ സിമ്പിൾ പ്രസന്റിലേക്ക് മാറ്റിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ഐ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്. ഐ അണ്ടർസ്റ്റാൻഡ്, ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് എന്നുള്ളതാണ് ശരി. ഇത് നമ്മൾ സെന്റൻസ് കറക്ഷനിലും ചോദിക്കും, ഗ്രാമർ ടോപ്പിക്കിലും ചോദിക്കാറുണ്ട്.
അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ച് ഈ എക്സാമ്പിൾസ് കുറേ ചെയ്ത് പഠിക്കുമ്പോഴേക്കും നമുക്ക് കിട്ടും. ഷീ ഈസ് ഹാവിങ് എ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഷീ ഈസ് ഹാവിങ് ഇതെന്ന് പറഞ്ഞാൽ പൊസഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞു സ്റ്റാറ്റിക് വെർബ്സിൽ ഉൾപ്പെടുന്നതാണ് ഹാവിങ്. അപ്പോൾ പൊസഷനിലാണ് ഇത് വരുന്നത്. ഷീ ഈസ് ഹാവിങ് എ മൊബൈൽ ഫോൺ. അവൾക്കൊരു മൊബൈൽ ഫോൺ ഉണ്ട്. ഹാവിങ്. അപ്പോൾ അത് തെറ്റാണ്. അതിന് പകരം ഇത് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാറ്റിക് വെർബ്സ് കണ്ടിന്യൂസ്ലി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പ്രസന്റ്, സിമ്പിൾ പ്രസന്റിലേ സൂചിപ്പിക്കാറുള്ളൂ. ഷീ ഹാസ് എ മൊബൈൽ ഫോൺ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് വെർബ്സിനെ ഒരിക്കലും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യാൻ പാടില്ല. സ്റ്റാറ്റിക് വെർബ്സ് ഏതൊക്കെയാണ്? നമ്മുടെ സെൻസ് ഓർഗൻസുമായിട്ട് റിലേറ്റ് ചെയ്ത വെർബ്സിനെ പ്രയോഗിക്കരുത്. പിന്നീട് എന്തൊക്കെയാണ്? നമ്മുടെ മെന്റൽ സ്റ്റേറ്റ്, ഇമോഷണൽ സ്റ്റേറ്റ്, ഇത്തരം കാര്യങ്ങളൊന്നും എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കുറച്ച് മുകളിൽ പറഞ്ഞതിന്റെ എക്സെപ്ഷണൽ കേസുകളും നോക്കാം. എക്സെപ്ഷണൽ കേസുകളാണ് നമ്മൾ പ്രത്യേകിച്ചും പഠിച്ചു വെക്കേണ്ടത്. വി ക്യാൻ യൂസ് ഹാവ് പ്ലസ് ing ഫോം ഇൻ ദ മീനിങ് ഈറ്റ്, ബാത്ത്, ക്യാരിയിങ്. ഈറ്റ്, ബാത്ത്, ക്യാരിയിങ് തുടങ്ങിയ അർത്ഥത്തിലാണെങ്കിൽ ഹാവ് പ്ലസ് ing നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. ദേ ആർ ഹാവിങ് ഡിന്നർ. അവർ ഡിന്നർ കഴിക്കുകയാണ്. അപ്പൊ സാധാരണയായി ഞാൻ മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിൽ ഷീ ഈസ് ഹാവിങ് എ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ അവിടെ തെറ്റാണെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഇവിടെ നമ്മൾ ഈറ്റ് എന്നുള്ള മീനിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഹാവിങ് ഡിന്നർ. സോ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഹാവിങ് എന്ന് പ്രയോഗിക്കാം. അപ്പോൾ ഇത് ശരിയാണ്. ഷീ ഈസ് ഹാവിങ് ഡിന്നർ എന്ന് പറഞ്ഞാൽ ഇവിടെ കറക്റ്റ് ആണ്. അടുത്തത് ഹീ ഈസ് ഹാവിങ് ബാത്ത്. അവൻ കുളിക്കുകയാകുന്നു. നമ്മൾ ഇവിടെ പറഞ്ഞു ബാത്ത്, ബാത്ത്. നമ്മൾ ഹീ ഈസ് ഹാവിങ് ബാത്ത്. ഇവിടെ നമുക്ക് ഹാവിങ് പ്രയോഗിച്ചാൽ അത് കറക്റ്റ് ആണ്. അടുത്തത് ഷീ ഈസ് ഹാവിങ് എ ചൈൽഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? അവൾക്കൊരു കുട്ടിയുണ്ട് എന്നുള്ളതല്ല. ഷീ ഈസ് ക്യാരിയിങ് അല്ലെങ്കിൽ ഷീ ഈസ് പ്രഗ്നന്റ് എന്നാണ് ഈ സെന്റൻസിന്റെ മീനിങ്. അപ്പോൾ അവിടെ എങ്ങനെ പ്രയോഗിക്കാൻ പറ്റും? അവിടെ നമ്മൾ ഹാവിനൊപ്പം ing ഫോം പ്രയോഗിക്കാം. അപ്പൊ നമ്മൾ പഠിച്ചു സ്റ്റാറ്റിക് വെർബ്സിനൊപ്പം ing ഫോം പ്രയോഗിക്കാൻ പാടില്ല എന്ന് പഠിച്ചു. അതിന്റെ എക്സെപ്ഷണൽ കേസുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഈറ്റ്, ബാത്ത്, ക്യാരിയിങ് തുടങ്ങിയ മീനിങ്ങിലാണ് പ്രയോഗിക്കുന്നതെങ്കിൽ ഹാവിനൊപ്പം ing ഫോം പ്രയോഗിക്കാൻ പറ്റും. അടുത്തൊരു കേസ് നമുക്ക് പഠിക്കാം. ഹിയർ എന്നുള്ളത്. ഹിയർ എന്നുള്ളത് ഒരു സ്റ്റാറ്റിക് വെർബാണ്. സാധാരണയായി ഇതിനൊപ്പം ing ഫോം പ്രയോഗിക്കാൻ പാടില്ല. I am hearing the news. ഇത് ഹിയർ. ഹിയർ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് വെർബാണ്. ഇത് ഒരു തെറ്റായ സെന്റൻസ് ആണ്. ഇവിടെ തെറ്റാണ്. I hear the news. ഇതാണ് ശരി. അപ്പൊ നമ്മൾ I am hearing അതിനെ മാറ്റി സിമ്പിൾ പ്രസന്റിലാക്കി I hear the news എന്ന് പഠിച്ചു. അതാണ് കറക്റ്റ്. അപ്പോൾ ഇത്തരം എക്സെപ്ഷണൽ കേസുകൾ ഇത് ശരിക്കും സെന്റൻസ് കറക്ഷനിലും ചോദിക്കാറുണ്ട്. ടെൻസിന്റെ ഒരു സെക്ഷനിലും ചോദിക്കാറുണ്ട്. 2 മാർക്കിന് മിക്കവാറും ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഒരു മേഖലയാണ്. ഈ ഒരു റൂൾ അറിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് തെറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഗ്രാമർ റൂൾസും അതിന്റെ എക്സാമ്പിൾസും നിങ്ങൾ എഴുതി പഠിക്കുക. അപ്പൊ നമുക്ക് ഒരു മാർക്കും മിസ് ചെയ്യത്തില്ല. അപ്പോൾ I hear the news എന്നാണ് ശരി. പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. The tribunal is hearing the complaint now. Tribunal tomorrow. നാളെ ഈ കംപ്ലൈന്റ് കേൾക്കും. അപ്പൊ ഇവിടുത്തെ ട്രിബ്യൂണലിന്റെ കേസിൽ ഒരു ഹിയറിംഗ് എന്ന് വരുമ്പോൾ ഈ ഹിയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ing ഫോം പ്രയോഗിക്കാം. The tribunal is hearing the complaint now. tomorrow എന്ന് പറയുമ്പോൾ അവിടെ നമുക്കിത് ട്രിബ്യൂണലിന്റെ കേസിൽ മാത്രം ഹിയറിനൊപ്പം ing ഫോം ചേർത്ത് പ്രയോഗിക്കാൻ പറ്റും. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ എന്താണെന്ന് പഠിച്ചു. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി, ഈ സമയം, ഇപ്പോൾ നടക്കുന്ന അറ്റ് ദിസ് പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ്, ഈ സമയത്ത് നടക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രവൃത്തി. അപ്പൊ അതിനെയാണ് നമ്മളത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലം, സ്റ്റാറ്റിക് വെർബ്സിനൊപ്പം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ല. എന്താണ് സ്റ്റാറ്റിക് വെർബ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ചില എക്സെപ്ഷൻസ് ഉള്ളതെന്നും പറഞ്ഞു. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടെൻസിന്റെ കംപ്ലീറ്റ് ഫുൾ പഠിപ്പിച്ച ശേഷം PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ടെൻസിന് മുഴുവൻ മാർക്കും കിട്ടും. ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത
ഇതിന്റെ കണ്ടിന്യൂസ് ക്ലാസ്സുമായിട്ട് ഇനി നമുക്ക് പ്രസന്റ് പെർഫെക്റ്റും പെർഫെക്റ്റ് കണ്ടിന്യൂസും പ്രസന്റ് ടെൻസിൽ തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.